ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ് 27ാമത്തെ വയസ്സിൽ 1975 ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന പിന്നീട് ബംഗ്ലാദേശിലേക്ക് എത്തിയത് ഉരുക്കുവനിതയായാണ്. 5 തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വികസന പാതയിലൂടെ ബംഗ്ലാദേശിനെ നയിക്കുന്നു. പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിതമാക്കുന്നു. അങ്ങനെയുള്ള ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇന്ത്യയിൽ തുടരുന്നത്. അവരെ കൈമാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രായാധിക്യമുണ്ടെങ്കിലും ഹസീനയുടെ ഭാവിയെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. ഷെയ്ഖ് ഹസീന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു അനുഭവം കൂടിയാണ്. കാരണം ഷെയ്ഖ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ പ്രിയപുത്രി എന്ന നിലയിലും ഇന്ത്യയുമായി എക്കാലത്തും അടുപ്പം പുലർത്തിയിരുന്ന ഒരു ഭരണകൂടത്തിന്റെ അധ്യക്ഷ എന്ന നിലയിലും 5 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇൻഡോ ബംഗ്ലാദേശ് റിലേഷൻസ് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് എക്സ്ട്രഡിഷൻ ട്രീറ്റി നിലവിലുണ്ട് എങ്കിൽ പോലും 2009 ഒപ്പുവെച്ച പരസ്പരം കുറ്റവാളികളെ കൈമാറുന്ന എക്സ്ട്രഡിഷൻ ട്രീറ്റി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അന്ന് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതും കൗതുകകരമാണല്ലോ. ഇതേ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ധാരണയിലേക്ക് എത്തിയത്. തീർച്ചയായും 2008 വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് 2009 ഒപ്പുവെച്ച ഒരു ട്രീറ്റിയാണ്. പക്ഷെ അതിൽ വ്യക്തമായി പറയുന്നു രാഷ്ട്രീയ കുറ്റവാളികളെ കൈമാറാൻ വ്യവസ്ഥ ഇല്ല. അതേസമയം സാമ്പത്തിക കുറ്റവാളികൾ, മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകളെയാണ് പരസ്പരം കൈമാറാനുള്ള ധാരണ. ഇവിടെ ഇത് രാഷ്ട്രീയ കുറ്റവാളി എന്ന നിലയിലല്ല ഈ 5 ചാർജുകൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇപ്പോൾ ബംഗ്ലാദേശിലെ നീതിപീഠം, അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അത് അവർ തന്നെ രൂപീകരിച്ച ഒരു നീതിപീഠമാണ്. അതൊരു നീതിപീഠം എന്ന് തന്നെ പറയാനാവില്ല, അതൊരു കാങ്കറു കോർട്ടാണ്, തട്ടിക്കൂട്ടിയ ഒരു കോടതി സംവിധാനമാണ്. 5 ചാർജുകളിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ബലപ്രയോഗം ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നു. അവിടെ ഒന്നും തന്നെ രാഷ്ട്രീയ കാരണങ്ങളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിലാണ് ഷെയ്ഖ് ഹസീന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ നടപ്പാക്കിയത് ആഭ്യന്തരമന്ത്രിയും പോലീസ് സംവിധാനവുമാണ്. അപ്പോൾ വ്യക്തിപരമായി തന്റെ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനെ ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അക്കാര്യത്തിൽ അത് തന്ത്രപരമായൊരു സമീപനം സ്വീകരിച്ചതായിരിക്കില്ലേ ഈ ബംഗ്ലാദേശ്? കാരണം അന്താരാഷ്ട്ര തലത്തിലടക്കം ഒരു രാഷ്ട്രീയ കുറ്റവാളിയെ കൈമാറണമെന്ന് പറയുമ്പോൾ അവർക്ക് അന്താരാഷ്ട്ര തലത്തിലും ഒന്നും ആവശ്യപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇതിപ്പോൾ ഒരു ക്രിമിനൽ എന്ന നിലയിൽ ഉള്ള വിചാരണയും ആ തരത്തിലുള്ള ശിക്ഷയും ഒക്കെ ആകുമ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഇന്റർപോളിനെ അടക്കം സമീപിക്കാൻ ഒരുങ്ങുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മറ്റ് തലങ്ങളിലൊക്കെ ഇവർ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ അവതരിപ്പിക്കുമ്പോൾ ആ നിലയിൽ അവതരിപ്പിച്ച് തിരികെ വാങ്ങിക്കുവാനുള്ള സമ്മർദ്ദത്തിന്റെ കൂടി ഭാഗമാകുമോ അത്? തീർച്ചയായും ഇതൊരു ലാർജർ പ്ലോട്ടിന്റെ ഭാഗമാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇൻ ടാൻഡം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും പാകിസ്ഥാൻ പാഴാക്കില്ല. ബംഗ്ലാദേശിലൂടെ പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ഔപചാരികമായി അഭയം നൽകിയ, രാഷ്ട്രീയ അഭയം നൽകിയ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിട്ടും അതുമാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുമാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ടെങ്കിലും ഇല്ലായെങ്കിലും ഒരു സമ്മർദ്ദത്തിനും ഇന്ത്യ വഴിപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇതൊരു വാർത്തയാകാൻ വേണ്ടി ബംഗ്ലാദേശ് ബലം പിടിക്കുക ആണ് എന്നൊരു നിഗമനം തന്നെയാണുള്ളത്. അതിന്റെ പിന്നിൽ ഉറപ്പായി പാകിസ്ഥാന്റെ കരങ്ങളുണ്ട്. അതുമാത്രമല്ല അമേരിക്ക ഇതേക്കുറിച്ച് കാര്യമായ ഒന്നും തന്നെ പ്രതികരിച്ച് കാണുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചൊരു അമേരിക്കൻ പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. കാരണം അമേരിക്കയുടെ കൂടി ഒത്താശയോടുകൂടിയും അനുഗ്രഹാശിത്തുകളോടെയും ആണോ അത് സംഭവിക്കുന്നത്? പക്ഷേ പരസ്യമായ ഒരു നിലപാടെടുക്കാൻ അമേരിക്ക ഇപ്പോൾ മുതിരില്ല. കാരണം വ്യാപാര ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഇന്ത്യ US വ്യാപാര ചർച്ച അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയെ വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തുക എന്നതല്ലാതെ വളയ്ക്കുകയോ ചെയ്യാവൂ, ഒടിക്കരുത് എന്നൊരു നിഗമനം കൂടിയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇതേക്കുറിച്ച് കാര്യമായി പ്രതികരിക്കില്ല. പക്ഷേ ലോക സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ ഈ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ്. കാരണം ഇതൊരു കാങ്കറോ കോർട്ടിന്റെ വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയൽ രാജ്യത്ത് അഭയം തേടിയ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ കൈമാറണമെന്ന ആവശ്യം ബംഗ്ലാദേശിന്റെ ഭരണകൂടം എത്രത്തോളം അനധികൃതമായിട്ടാണ് തുടരുന്നത് എന്ന ഒരു നറേറ്റീവ് കൊടുക്കാൻ ഇന്ത്യയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊരു ഡിപ്ലോമാറ്റിക് വാർഫെയറിലേക്ക് നീങ്ങുകയാണ്. ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷൻ അല്ല എങ്കിൽ പോലും നയതന്ത്ര തലത്തിൽ വലിയൊരു സമ്മർദ്ദം ഇവിടെയുണ്ട്. ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ കോൺഫറൻസിൽ എടുക്കുന്നു. ഇന്ത്യ ഇപ്പോൾ പറയുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ
തീരുമാനം വേണമെങ്കിൽ അംഗീകരിക്കാം. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഒരിക്കലും ഇതിനെ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കണമെന്ന് പറയില്ല. അങ്ങനെയെങ്കിൽ ദലൈലാമയെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടില്ലല്ലോ ഇതുവരെ. കാരണം ദലൈലാമ ഒരു മാനുഷിക കാരണങ്ങളാൽ ടിബറ്റൻ ആധ്യാത്മിക ആചാര്യൻ ഇന്ത്യയിൽ അഭയം തേടിയതാണ്. അപ്പൊ ചൈന എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് വിട്ടുകൊടുക്കണമെന്ന്. അത് ചെയ്യാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ നിലയിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ യാതൊരു രീതിയിലും സാധ്യതയില്ല. റൈറ്റ്, അതാണ് ഡോക്ടർ മോഹൻ വർഗീസിന്റെ അഭിപ്രായം. നമ്മൾ നേരത്തെയും അക്കാര്യം തന്നെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ തന്നെ സൂചിപ്പിച്ചു പോയത്. എന്തുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആവശ്യത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന്. ഒപ്പം വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹം സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതൊരു തട്ടിക്കൂട്ട് നിയമ സംവിധാനമായിരുന്നു, ഒരു ട്രൈബ്യൂണൽ ആയിരുന്നു എന്നതിനോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ ഉയർന്നിട്ടുള്ളത് രാഷ്ട്രീയപരമായ കുറ്റങ്ങളല്ല, അതിനപ്പുറത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റങ്ങളാണ്. ആ കുറ്റങ്ങൾ എന്തൊക്കെ എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കെ ഷെയ്ഖ് ഹസീന മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ആക്രമണത്തിന് പ്രേരണ നൽകിയതിനും ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയതിനും ആണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നത്. ആ കുറ്റം തെളിയിക്കപ്പെട്ടു എന്നാണ് ഈ ട്രിബ്യൂണൽ പറയുന്നത്. ഷെയ്ഖ് ഹസീന ആക്രമണാത്മകമായ പരാമർശങ്ങൾ നടത്തി എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സഖ്യകക്ഷി സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ